മക്കളൊക്കെ വന്നപ്പോഴേ നമ്മൾ ടൗണിലേക്ക് ഒന്ന് ഫുഡ് കഴിക്കാൻ വിചാരിച്ച് പോയതാണ്. നിലാവത്ത് കോഴിക്കള അയച്ചു വിട്ട പോലെ നമ്മൾ മരിബുസ്കാരൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. മക്കൾക്കൊക്കെ മന്തിയാണ് കേട്ടോ വേണ്ടത്. അപ്പൊ നമ്മൾ അൽമദീന തന്നെയാണല്ലോ നമ്മളെപ്പോഴും പോവല്ലേ. അവിടെ ചെന്നാണ് നല്ല 2 വീഡിയോ കണ്ടെടുത്ത് പൊളിക്കണം എന്ന് വിചാരിച്ചപ്പോഴാണ് നമ്മൾ അപ്പുറത്തെ ടേബിൾ മേലും ഇപ്പുറത്തെ ടേബിൾ മേലും ഒക്കെ ഉസ്താവന്മാരും പെണ്ണുങ്ങളാണ്. അതുകൊണ്ട് തന്നെ ക്യാമറ എങ്ങോട്ട് തിരിച്ചാലും അവരെ കാണൂട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. സാധാരണ ടേബിൾ മക്കത്തോളം മക്കൾക്ക് ഫോണില്ലാതിരിക്കാൻ വയ്യ. അങ്ങനെ 10 മിനിറ്റ് ആണെങ്കിൽ ഇടയ്ക്ക് ഫുഡൊക്കെ എത്തി. പക്ഷെ എന്താ വെച്ചാൽ വേഗം വാരി വലിച്ചാൽ നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് പോയെന്നും കണ്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ആസ്വദിച്ച് തിന്നാനൊന്നും താത്താനെ പറ്റില്ല കേട്ടോ. ഓള് നമ്മളെ വൈബിനത്തെ ആളൊന്നല്ല. ഓള് പെട്ടെന്ന് വാരി വലിച്ച് തിന്നാ നമ്മൾ പോയ സ്ഥലത്തേക്ക് എത്താം. അതാണ് ഓളെ കേട്ടോ. ഓള് പെട്ടെന്ന് കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് തിരിച്ച് പോരലും കഴിഞ്ഞിരിക്കണം. നമ്മളെ പറപ്പിച്ചാൽ മക്കൾ അവിടെ എല്ലായിടത്തോളം അല്ല ജീരകം വാരി പോന്നും ചെയ്തിരിക്കണം. പിന്നെ ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ, ഇത് നമ്മൾ പിറ്റേ ദിവസം വൈകുന്നേരം എടുത്ത് വെച്ചതാണ് കേട്ടോ. താത്താക്ക് നമ്മളെ ഗുഡല്ലൂർ എത്തിയാൽ ഈ 2 അണ്ണന്മാരെ ഇഡ്ഡലി സാമ്പാറും ചട്നി ഇല്ലെങ്കിൽ ഓള് ഒരു ദിവസം ഇവിടുന്ന് പോകില്ല കേട്ടോ. എല്ലാ കുറി വന്നാലും ഒരു ദിവസം ഒക്കെ വേണേ. ഈ ഒരു ചമ്മന്തിക്കാണെങ്കിൽ പെരൂ എരുവാണ് കേട്ടോ. പക്ഷെ സാമ്പാറൊന്നും കൊള്ളൂല, ചട്നി വലിയ കുഴപ്പമില്ല. 30 ഇഡ്ഡലി വാങ്ങിയിട്ട് ആകെ 2-3 ഇഡ്ഡലി ഉള്ളു കേട്ടോ രാവിലെ. ഗുഡല്ലൂർ വിട്ട് നാട്ടിൽ പോകുമ്പോൾ ഇന്നെക്കാട്ടിൽ സങ്കടം താത്താക്കി കേട്ടോ. കാരണം ഓക്കതൊക്കെ മിസ്സാവുക. കുട്ടികളാണെങ്കിലും കുറങ്ങനെ ചില പൂമാലിട്ടിയ മാറിയിട്ട് കാണാൻ നല്ല രസമാണ്. എനിക്കെന്തോ അതിനോട് വലിയ താല്പര്യമില്ല. ആ നേരം കൂടി എനിക്ക് ചായ ഇട്ടാണെങ്കിൽ അത്ര വലിയ സന്തോഷം വേറെ ഒന്നുമില്ല കേട്ടോ. പിന്നെ ഇവിടുത്തെ ബായ് ബിരിയാണി ഉണ്ടല്ലോ, അത് എനിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ എല്ലാവരും ഫുഡ് കഴിച്ചോ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാട്ടോ. അപ്പൊ അതുവരേക്കും ബായ്.